നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ തന്നെയായിട്ടുള്ളത്. കുറെ ആളുകൾക്ക് എന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും എന്റെ വീട് എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്റെ സ്ഥലം എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ ഈ ബാക്ക് കാണുന്ന കുഞ്ഞു വീട് തന്നെയാണ് എന്റെ വീട്. ഇത് കിണാശ്ശേരി എന്ന് പറയും, പാലക്കാട് പരിയാനംപറ്റ, പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടില് കിണാശ്ശേരി. അതായത് പരിയാനംപറ്റ ക്ഷേത്രം, നമ്മുടെ ദേവാസുരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ക്ഷേത്രം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് എൻ്റെ വീട്. അപ്പൊ എന്തായാലും നല്ല മഴയാണ്, വിട്ട് മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയൊക്കെ എല്ലാവരും ഇത് കാണുന്ന ആളുകളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഈ ഗ്രാമം, എൻ്റെ വീടും അതിന്റെ പരിസരങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പാടത്തു കൂടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ഈ കൊച്ചു ഗ്രാമം. പാടങ്ങളുടെ നടുവിലായിട്ടാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പാടാണ്. അപ്പൊ എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, ചക്കവറക്കുളം പറയും. ഇത് രണ്ട് കുട്ടികൾ ഒരു പ്രാവശ്യം ഇവിടെ ഇതേമാതിരി ഒരു മഴക്കാലത്ത് തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ മഴക്കാലത്ത് ആ കുട്ടികൾ ആ കുളത്തിൽപ്പെട്ട് മരിച്ചൊരു കുളമാണത്. അതെൻ്റെ വീടിന്റെ മുന്നിൽ തന്നെയാണ് ആ കുളം. അത് കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു സങ്കടം വരും, നമ്മുടെ വീടിന്റെ അടുത്തല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാൻ എൻ്റെ ഈ പാടങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ സ്ഥലം. അതുകൊണ്ട് അവിടെ ആ ദൂരെ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. അത് കുന്നീശ്വരം ശിവക്ഷേത്രം എന്ന് പറയും. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ. അതെൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലേ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രം, അതുപോലെ ഈ പച്ച പട്ട് വിരിച്ച പാടങ്ങള്, ഇതൊക്കെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലേ നമുക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ പതുക്കെ വഴികൾ കൂടെ പോയി ഈ നാട്ടിലെ വഴികളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ കുളത്തിന്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകട്ടെ. ഇതാണ് ഞങ്ങളുടെ വഴി. ഈ പാടത്തിന്റെ വരമ്പത്ത് കൂടെയാണ് ഞങ്ങൾ പോയത്. മോളിൽ കൂടെ ഒരു റോഡ് ഉണ്ട്, കൊച്ചു റോഡ്, ഒരു ഇടവഴി. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുളത്തിന്റെ അവിടേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അത് മനോഹരമായിട്ട് ആകാശവും ഈ പച്ചപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ടൗണും കാര്യങ്ങളൊന്നല്ല, നമുക്ക് ഇതുപോലുള്ള ഗ്രാമങ്ങൾ തന്നെയാണ് ഭംഗി നഷ്ടപ്പെടാണ്ട് നിൽക്കേണ്ടത്. ഇവിടെ പുല്ലൊക്കെ വളർന്നു, കണ്ടമാനം കാടൊക്കെ വളർന്നു. ഇതിലെ നടത്തം ഈ കൃഷിക്കാരും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അധികം അങ്ങനെ കുറച്ചാളുകൾ മാത്രം നടക്കുന്ന ഒരു വഴിയാണത്. അപ്പൊ എന്തായാലും നമ്മൾ പതുക്കെ കുളത്തിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ കുളം ഒന്ന് കാണാം കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ നമ്മളൊക്കെ ചാടിക്കളിച്ചിരുന്ന ഒരു കുളമാണത്. അപ്പൊ എന്തായാലും നമുക്ക് ആ കുളം ഒന്ന് കാണാം. ചക്കവറക്കുളം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. കണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു കുളം. ഇതിന്റെ ഈ മുകളിൽ നിന്നൊക്കെയാണ് ഞങ്ങള് ചാടിയിരുന്നത് ചെറുപ്പത്തിൽ. എന്റെ ചെറുപ്പത്തിലൊക്കെ താഴത്തേക്ക് ചാടിയിരുന്നത് ആ മുകളിൽ നിന്നാണ് കേട്ടോ. കണ്ടോ, നല്ല ഇപ്പൊ വെള്ളം നിറഞ്ഞു, മഴയായിട്ട് നല്ല വെള്ളം നിറഞ്ഞു. ഇതിലാണ് ആ കുട്ടികള് മരിച്ച കുളമാണ് ഇത്. ഒരുപാട് ആളുകൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ് കേട്ടോ. ഇത് ഒഴുക്കൊക്കെ ഉണ്ട്, ഉണ്ടോ ഉണ്ടല്ലേ. ഇതാണ് മൊത്തത്തില് ഈ കുളത്തിന്റെ അവിടെ നിന്ന് നോക്കിയ നമ്മൾ കാണുന്ന വ്യൂ. ആ ഭാഗത്തായിട്ടാണ്, അവിടെയാണ് എൻ്റെ വീട്. കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയായിട്ടാണ് എൻ്റെ വീട്. അവിടെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ദൂരത്തേക്ക് നോക്കിയാൽ കാണാം, അവിടെയാണ് ക്ഷേത്രം. ഈ കുളം വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. മഴയത്തൊരു ഭയങ്കര രസമാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ചാടി കുളിക്കാൻ തോന്നുന്നില്ലേ? അത്രയും മനോഹരമായിട്ടുള്ള കുളമാണത്. പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു കേട്ടോ. മഴ, നല്ല ശക്തമായ കാറ്റും മഴയാണ് ഇവിടെ. അപ്പോൾ പാടത്തൊക്കെ നല്ല വെള്ളം നിറഞ്ഞു.
ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടേ പുറത്ത് വീഡിയോ ചെയ്യാൻ ഒരു 4-5 ദിവസമായിട്ട് പോണില്ല. പിന്നെ കുറച്ച് ദിവസം കൊല്ലത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ വീഡിയോ ഒക്കെ ഉണ്ട് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുറത്ത് പോകണില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ഈ സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ മനോഹരമായ കിണാശ്ശേരി എന്ന കൊച്ചു ഗ്രാമം. വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള നല്ല മനസ്സുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടത്. എന്താ ആ ക്ഷേത്രമാണ് അതിൽ കാണുന്നത്. അത് കുന്നീശ്വരം ശിവക്ഷേത്രം പറയും. ഭയങ്കര ഇതുള്ള ക്ഷേത്രമാണത്. നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രവും പാടങ്ങളും ഇതൊക്കെ വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പാലക്കാട് തന്നെ വരണം. ഓക്കെ. എൻ്റെ ഈ നാട്, ഈ കൊച്ചു ഗ്രാമം കിണാശ്ശേരി ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതേമാതിരി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.